അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാനൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് മാത്രമല്ല ഷോപ്പ് ചെയ്ത ഐറ്റംസിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിൽ കാണിക്കാൻ വിചാരിച്ചു. അത് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ച ഷോപ്പിൽ വീഡിയോ എടുക്കൽ അലൗഡ് ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവാൻക്കൊക്കെ ഡ്രസ്സ് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കാഷ്വലായിട്ടൊക്കെ നേരിട്ട് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. മെയിൻ ഡ്രസ്സൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ ഷോപ്പിൽ വീഡിയോ അലൗഡ് അല്ലാത്ത കാരണം തന്നെ എനിക്ക് അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവാൻക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിംഗ് വീഡിയോസ് എൻ്റെ കയ്യിൽ കൂടുതലില്ല. പിന്നെ ഞാൻ ഇവാൻക്ക് കാഷ്വൽ വെയർ നോക്കാൻ വേണ്ടി പോയത് മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോപ്പിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്സൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. സ്റ്റുഡിയോയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും വാങ്ങിക്കാറുന്നുണ്ടെന്നില്ല. ഇവർക്ക് ജസ്റ്റ് ഒരു ഷർട്ട്, അതുപോലെ എനിക്ക് ലിപ് ബാം, ഫേസ് മാസ്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ ചെരുപ്പൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ വീഡിയോ എടുത്ത് പോകുന്നു. അല്ലാതെ ഞാൻ അവിടുന്ന് ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെരുപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിലുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ. എനിക്ക് സ്റ്റുഡിയോന്ന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ ആഗ്രഹിക്കുന്നു. കാരണം നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് ഐറ്റംസ് കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് വാങ്ങിക്കാനും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സൂഹിനെ കൊണ്ടുപോകാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഒന്ന് എടുത്തിട്ടുള്ളൂ. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ. സ്റ്റുഡിയോന്ന് ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ എടുത്തിട്ട് കേട്ടോ. പിന്നെ എനിക്ക് തലേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് കുറച്ച് കുപ്പികളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അത് വാങ്ങിക്കാണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസിയിൽ പോയപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പഴയ മോഡൽ കുപ്പിവളയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ പ്ലെയിൻ കളറിലുള്ള കുപ്പിവള, ഇതുപോലത്തെ വളകൾ, അത് വാങ്ങിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയതായിരുന്നു. തലേ ദിവസം ഇടുന്ന ഡ്രസ്സൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ കൂടുതലായിട്ട് ഫാൻസി ഐറ്റംസ് വേറെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു കേട്ടോ. ഞാൻ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്, റെഡിമെയ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കി അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എടുത്താണ്. ഞാൻ ബിറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അങ്ങനെ റെഡിമെയ്ഡ് ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങനെ തന്നെ എടുത്തു പോന്നു. ഇതാണ് ചുരിദാർ, കയ്യിൽ വർക്ക്. അപ്പോൾ കുറച്ചൊരു പാർട്ടി വെയർ ആവണമെന്നുണ്ടായിരുന്നു. പിന്നെ സൂഹിനോട്ട് എടുത്ത് കിടക്കുമ്പോൾ ഒരുപാട് പാർട്ടി വെയർ ആക്കണ്ട വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതിലുള്ള വർക്ക് അങ്ങനെ കുട്ടികൾക്ക് കുത്തി അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു വർക്ക് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ ഇങ്ങനെ താഴെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇത് അതിലുള്ള ഷാളാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയിൽ കൂടി അത്യാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ വർക്ക് വരുന്ന ടൈപ്പ് ഷാളാണ്. പിന്നെ ഇവാൻക്കുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഈ ഒരു കോട്ടാണ്. പിന്നെ ഈ ഒരു കോട്ടയ്ക്ക് പാൻ്റല്ല കേട്ടോ, ഷോർട്സ് ആണ് വരുന്നത്. അകത്തൊരു വൈറ്റ് ഷർട്ടോ. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്രൈന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ആ ഡ്രസ്സ്. ഇതൊക്കെയാണ് നമ്മളെ ഇനി വരുന്ന വ്ളോഗിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യണ്ടേ. പിന്നെ ഞാൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിലും മാക്സിലൊക്കെ പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റുഡിയോന്ന് ഇവാൻക്ക് ഒരു ഷർട്ട് കാഷ്വലായിട്ട് തലേ ദിവസമൊക്കെ ആണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൊരു ഷർട്ടാണ്. സൂഹിക്ക് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. അവൾക്ക് കിട്ടിയ ഡ്രസ്സ് തന്നെ കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് 2-3 ഡ്രസ്സ് എടുത്ത് വെക്കാൻ വിചാരിച്ചു. നമുക്ക് എത്ര ഡ്രസ്സ് ആവശ്യം വരികയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു 2-3 ഡ്രസ്സ് തലേ ദിവസത്തിനും കല്യാണത്തിന് അന്നത്തേക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം, ഏതൊക്കെ ഡ്രസ്സാണ് അതിന് എടുത്ത് വെക്കണത്. പിന്നെ അതുപോലെ അതിക്ക് ഇനി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അതിക്ക് മാച്ച് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് ഇൻഷാല്ലാ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ട്രോളിയിലാണ് കേട്ടോ ഞാൻ സൂഹിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാൻ. അത് ഇതുവരെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ്. നമുക്ക് ഓരോരുത്തർ കാണാൻ വേണ്ടി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ട്രോളിയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ
സാധാരണ കുറച്ചൊക്കെ ഡ്രസ്സുകൾ അവൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ നമുക്ക് നോർമലി ക്യാഷ്വലായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അതൊക്കെ ഇതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇടാത്ത കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പോൾ അവൾക്കുള്ള ഷോപ്പിംഗ് ഈ ട്രോളിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവൾക്ക് പാത്ത് 2-3 ഡ്രസ്സുകൾ എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് ബോക്സിലാക്കി വെച്ചില്ല. ഈ ഒരു ഭാഗത്ത് കുറച്ച് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ബോക്സിലാക്കിയാൽ ഇതിൽ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഭാഗത്ത് ഇങ്ങനെ ബോക്സ് ഇല്ലാതെ വെച്ചതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ചെറിയ ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് 2-3 ഡ്രസ്സ് എടുത്ത് വെക്കണം. പിന്നെ ഞാൻ മെയിനായിട്ട് വിചാരിച്ചൊരു ഡ്രസ്സുണ്ട്, അത് ഞാൻ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാട്ടോ. അത് സെറ്റാക്കുമോ നോക്കണം, അല്ലെങ്കിൽ ഉള്ള ഇതിൽ നിന്ന് ഡ്രസ്സുകൾ എടുക്കണുള്ളൂ. മെയിനായിട്ട് കരുതിയ ഡ്രസ്സ് ഞാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് ശരിയാവും നോക്കാൻ വേണ്ടി തന്നെ ഷോപ്പിൽ കൊടുത്തതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഞാൻ സൂഹിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അവൾക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു 3-4 ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ വേറെ 2 ഡ്രസ്സ് കൂടെ ഉണ്ട്. അതിലൊരു ഡ്രസ്സ് മെയിനായിട്ട് വിചാരിച്ച ഡ്രസ്സുണ്ട്, അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സും കൂടിയും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് അവൾക്ക് ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഡ്രസ്സ് കുറച്ച് വീതിയുണ്ട്. സൂഹയ്ക്ക് മാത്രം തടിച്ചിട്ടില്ല, കുറച്ച് തടി കുറവാണ്. അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഏതെങ്കിലും ഫോട്ടോഷൂട്ടിനോ എന്തൊക്കെയെങ്കിലും ഇടാന്ന് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ഇത് നല്ല കംഫർട്ടായിട്ടൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ അത് പിന്നെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കുറച്ചും കൂടി തടിക്കട്ടെ അപ്പം ഇടാതിട്ട് മാറ്റി വെച്ചതാണ്. ഈ ഒരു ഡ്രസ്സാട്ടോ ഞാൻ അവൾക്ക് മെയിനായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാച്ചായിട്ടില്ല. അതിന് ഒരു ഷൂ ഉണ്ട്, ഇവാൻ്റെ ചെറുപ്പത്തിലൊരു ഷൂ ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ അടി ക്ലോസ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കുറച്ച് വലിപ്പമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിച്ചൊക്കെ അയച്ച് അതിൽ പ്രസ് ബട്ടണൊക്കെ വെച്ചു. അപ്പോഴും അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ഇതിൽ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരു മോഡലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിക്ക് വല്ല ഷോർട്സ് എന്തെങ്കിലും കിട്ടിയിട്ട് ഇടാൻ വിചാരിച്ചത് മാറ്റി വെച്ചു. ഇതായിരുന്നു മെയിനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പക്ഷെ അത് ഈ ഒരു മാരേജിന് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ മോഡലിൽ ഞാൻ വേറെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ ഡ്രസ്സ് മാരേജിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സൂഹിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നുള്ളൂ. അവൾക്ക് മാരേജിന് നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ അവൾക്ക് കിടക്കാനും അങ്ങനെയൊക്കെ അവൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം നമ്മൾ എടുത്ത് നടക്കുമ്പോൾ അവൾക്കും ബുദ്ധിമുട്ടാണ്, പിന്നെ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കുറേ ടൈം എടുക്കുകയെന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരേജിന് വേണ്ടിയിട്ട് കുറച്ച് ഹെയർ ആക്സസറീസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സൂഹിൻ്റെ ഡ്രസ്സൊക്കെ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ബ്രൈഡിന്, പിന്നെ അതുപോലെ വീട്ടിലുള്ള കുറച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെയർ ആക്സസറീസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. BM ആർട്ട് കഫേ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പറ്റുന്നവരൊക്കെ ഒന്ന് ജോയിൻ ആവുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ഇങ്ങനെ ഹെയർ ആക്സസറീസൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഓർഡേഴ്സ് തരാം. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് തലയിലൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ടിയാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ സ്കൈ ബ്ലൂ അതുപോലെ ഈ പിങ്കൊക്കെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലത്തെ ടിയാര നമ്മുടെ കസിൻസിനും മക്കൾക്കും വേണമെന്നാണ്. അപ്പോൾ ഈ ഗ്രീൻ ഷെയ്ഡിലേക്ക് കല്യാണത്തിന് തലേ ദിവസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇത് കയ്യിലിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഹെയറിലും യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു റിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ കല്യാണ വീഡിയോയിൽ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ അതിൽ കാണിക്കണ്ടേ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയിലും കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.